നാമെല്ലാം വളരെ വേദനയോടെയും ഞെട്ടലോടെയും കേട്ട സംഭവമായിരുന്നു അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ജി നായരെ അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കമന്റ്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനാണ് ദാരുണ സംഭവത്തിന്റെ ഞെട്ടലിൽ നാം എല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ഹീനമായ പ്രവൃത്തി ചെയ്യാൻ മടി കാട്ടാഞ്ഞത്. കമന്റ് വിവാദമായതോടെ സർക്കാർ ഉദ്യോഗസ്ഥന് പണി കിട്ടുകയും ചെയ്തു. മോശം കമന്റിട്ട വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവുമിറക്കി. റവന്യൂ മന്ത്രി കെ രാജനാണ് സസ്പെൻഡ് ചെയ്തതായി വ്യക്തമാക്കിയത്. ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസീൽദാറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു. അന്തരിച്ച രഞ്ജിതയെക്കുറിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ച മോശം കമന്റ് വിവാദമായതോടെ ഇയാൾ കമന്റ് പിൻവലിക്കുകയും ചെയ്തു. ഇയാൾ മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. മുമ്പ് റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരനെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിച്ചതിന് പവിത്രനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ നടപടിയും. അതേസമയം തന്നെ അപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം DNA പരിശോധനയ്ക്ക് ശേഷം നാട്ടിലേക്ക് എത്തിക്കും. അതിനായി രഞ്ജിതയുടെ സഹോദരങ്ങളായ രഞ്ജിത്തും രതീഷും അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്ക് പോകും. തിരുവല്ല തഹസീൽദാറിൽ നിന്ന് രേഖകൾ കൈപ്പറ്റിയ ശേഷമായിരിക്കും അഹമ്മദാബാദിലേക്ക് യാത്ര തിരിക്കുക. സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾക്കായിട്ടായിരുന്നു ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായി രഞ്ജിത നാട്ടിലേക്ക് എത്തിയത്. സർക്കാർ ജോലി എന്ന സ്വപ്നം പൂവണിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു രഞ്ജിത. ലണ്ടനിൽ തിരികെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു രഞ്ജിത തീരുമാനിച്ചിരുന്നത്. ഇതിനിടെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നലെ ഉച്ചയോടെയുണ്ടായ വിമാന അപകടം രഞ്ജിതയുടെയും കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത്.